നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ അതിരപ്പള്ളിയിൽ നിന്നും കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച ആനയുടെ ചികിത്സ തുടങ്ങി. പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിലാക്കിയ ശേഷമാണ് ചികിത്സ. രാവിലെ 7 മണിയോടെ ആനയെ മയക്കുവെടി വെക്കാനായി. മയക്കുവെടിയേറ്റ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുവന്നു. 4 മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് ഇത് നടന്നത്. ദൗത്യം പൂർണ്ണ വിജയമെന്ന് പറയാനായിട്ടില്ലെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. ആന ആരോഗ്യവാനായാലേ വിജയമെന്ന് പറയാനാകൂ. ഒരടിയോളം ആഴമുള്ള മുറിവുണ്ട്. 1.5 മാസം തുടർച്ചയായി ചികിത്സ വേണ്ടിവരും. ആദ്യം നൽകിയ ചികിത്സ ഫലം കണ്ടിരുന്നുവെങ്കിലും പുഴു കയറി വീണ്ടും ഇൻഫെക്ഷൻ ആയെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. സങ്കീർണമായ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി ന്യൂസ് 18നോട്. ഏഴാറ്റുമുഖം ഗണപതി ആനയ്ക്കൊപ്പം ചേർന്നത് ആശങ്കയുണ്ടാക്കി. ആനയുടെ മുറിവ് ആഴമുള്ളതാണ്. ദീർഘകാലം ചികിത്സ വേണ്ടിവരും. ആനയെ തിരിച്ച് കാട്ടിലേക്ക് വിടണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും DFO. മയക്കുവെടിയേറ്റ കാട്ടാനയെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തുന്ന അസാധാരണ വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായി അതിരപ്പള്ളി. കുറേ ദിവസമായി ഒപ്പമുള്ള ഗണപതി മയക്കുവെടിയേറ്റ ആനയെ താങ്ങി നിർത്തുന്ന ദൃശ്യങ്ങൾ അപൂർവതയായി. വനം വകുപ്പ് സംഘം ആകാശത്തേക്ക് വെടിവെച്ചതോടെയാണ് ഗണപതി ഓടിമറഞ്ഞത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18ലൂടെയാണ്. തൃശൂർ താമരവെള്ളച്ചാലിൽ കാട്ടാന 60കാരനെ ചവിട്ടിക്കൊന്നു. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം കണ്ടത് വനത്തിനുള്ളിൽ. പ്രഭാകരനും മരുമകൻ സുരേന്ദ്രനുമാണ് കാട്ടിലേക്ക് പോയത്. വനവിഭവം ശേഖരിക്കാൻ പോയതായിരുന്നു. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ കാട്ടാന കൊന്നത് 12 പേരെ. ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ നിരീക്ഷിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുമെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ RS അരുൺ. കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും സോളാർ വേലി സ്ഥാപിക്കും. ഇതിലൂടെ കാട്ടാന ശല്യം ഒരു പരിധിവരെ തടയാനാകും. മാങ്കുളത്ത് സ്ഥാപിച്ചിട്ടുള്ള AI ക്യാമറ നിരീക്ഷണ സംവിധാനം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും RS അരുൺ.